പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. നിലവിലിപ്പോൾ മോഹൻ ബഗാൻ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. യൂണിറ്റി കപ്പിനായുള്ള ദേശീയ ടീമിൻ്റെ ക്യാമ്പിൽ നിന്ന് സ്വന്തം താരങ്ങളെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് മോഹൻ ബഗാൻ. മോഹൻ ബഗാൻ ഇങ്ങനെ ചെയ്തത് ഇന്ത്യൻ ടീമിന് വലിയൊരു തിരിച്ചടി തന്നെയാവും. ഇതോടെ യൂണിറ്റി കപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും വെറും 19 താരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാത്രമല്ല ഇനി പുതിയ താരങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് സമയമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മോഹൻ ബഗാന്റെ ഭാഗത്തുനിന്നും പറയുന്നത് ഇങ്ങനെയാണ്, യൂണിറ്റി കപ്പ് ഫിഫ വിൻഡോയിൽ ഉൾപ്പെടുന്ന ടൂർണമെന്റ് അല്ലെന്ന കാരണമാണ് മോഹൻ ബഗാൻ ഇങ്ങനെ ചെയ്തത്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള അമീർ അന്നവാഡയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷയോടെ ടീമിലേക്ക് എത്തിച്ച ഒരു താരമായിരുന്നു അമീർ അന്നവാഡെ. എന്നാൽ ക്ലബ്ബ് സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങൾ നേരിടുന്നത് കൊണ്ട് തന്നെ അമീർ അന്നവാഡയെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ അയക്കുകയായിരുന്നു. കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന് വേണ്ടി 8 മത്സരങ്ങളാണ് അമേ കളിച്ചിട്ടുണ്ടായിരുന്നത്. അമീർ അന്നവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 5 വർഷത്തെ കോൺട്രാക്റ്റിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് അമീർ അന്നവാഡയെ ടീമിലേക്ക് എത്തിക്കുന്നത്. അമീർ അന്നവാഡയെ മോഹൻ ബഗാൻ സ്ഥിരമായി നിലനിർത്തിയേക്കില്ല എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമീർ അന്നവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരും. മോഹൻ ബഗാന് വേണ്ടി അത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊന്നും താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും മോഹൻ ബഗാൻ ടീമിൽ ഒരുപാട് അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും അമീർ അന്നവാഡെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ മെയ് മാസം അവസാനത്തോടെ അമീർ അന്നവാഡയുടെ മോഹൻ ബഗാനോടൊപ്പമുള്ള ലോൺ കാലാവധി അവസാനിക്കും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.